ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ന്യൂദില ചെരുപ്പ് ഫാക്ടറി ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ആയിട്ടുള്ള ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ രണ്ടാം ദിവസത്തെ ടാസ്ക് ആണ് കേട്ടോ മെയിൻ ആയിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ള അടിയും ബഹളവും, ടാസ്ക് നിർത്തിവെക്കുന്നു എന്നൊക്കെ ബിഗ് ബോസ് പറയുന്ന ഒരു പ്രൊമോ ഒക്കെ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന പോലെ എപ്പിസോഡിലേക്ക് വന്നപ്പോഴോ ലൈവ് കണ്ടപ്പോഴോ ആ പ്രൊമോയിൽ കണ്ട അത്രയും വലിയ ഭീകരതയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കഴിഞ്ഞ ദിവസത്തെ കോയിൻ, എന്താ പറയുക, ഗോൾഡൻ കോയിനുകൾ ആരുടെ കയ്യിലൊക്കെ ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വിശകലനമൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. ഇനി ബാക്കി ആർക്കെങ്കിലും ആരുടെ കയ്യിലെങ്കിലും കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ അത് ഇന്നലെ സർക്കസ്, മറ്റേ എന്താ പറയുക, ബി സർക്കസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മൃഗങ്ങളായിട്ടൊക്കെ ചെയ്ത, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, റിംഗ് മാസ്റ്റർ ഒക്കെ ആയിട്ട് ചെയ്ത അനീഷിനും ഇവർക്കൊക്കെ ആർക്കെങ്കിലും ഗോൾഡ് കോയിൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാതെ കൈവശം വെക്കുന്നതിന് വാലിഡിറ്റി ഇല്ല, ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാന്നൊരു ബിഗ് ബോസ് ഒരു എന്താ പറയുക, ഒരു ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു, തൊഴിലാളികളുടെ കയ്യിൽ. അത് അതിനകത്ത് നമ്മുടെ ഡോക്ടർ ബിന്നി അനീഷിന് കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടു മൂന്ന് പേരൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അത് ആ കോയിൻ അവർ വിചാരിച്ച ആ കോയിൻ കൊണ്ട് എന്തെങ്കിലും ഒരു അവസാനം, ഈ ടാസ്കിന്റെ അവസാനത്തേക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവാന്നൊക്കെ വെച്ചിട്ട് ഷാനവാസ് മൊണിയിലൊക്കെ കോയിൻ സേവ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാവരെയും ശശിയാക്കിക്കൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് കോയിൻ ഇനി വെച്ചിട്ട് കാര്യമില്ല, അല്ല ബാക്കിയുള്ള കോയിൻ സ്റ്റോർ റൂമിൽ, ക്യാപ്റ്റന്റെ അടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ടാസ്ക് തുടങ്ങാണ്. ഇന്നലെ ടാസ്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് തുടക്കത്തിൽ തന്നെ ഉടക്കുണ്ടാക്കാനാണ് അക്ബറും ടീം തയ്യാറായത്. അതായത് സമയത്തിനുള്ളിൽ ചെരുപ്പ് ഉണ്ടാക്കി തീർത്ത് 50 ചെരുപ്പാണ് ഇന്നലെ ഉണ്ടാക്കാനായിട്ട് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്തത് കൊണ്ട് എന്തോ ഗുണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സമയത്തിന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നൂറയ്ക്ക് എന്തോ വലിയ പണി കിട്ടും എന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് സമയത്തിന് ചെരുപ്പ് ഒരിക്കലും ഉണ്ടാക്കരുത്, ഇന്ന് നമുക്ക് സമരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇൻകിലാബ് സിന്ദാബാദ് ഒക്കെ വിളിച്ചിട്ട് അക്ബറും തൊഴിലാളി നേതാവും ബാക്കി ഒനീല്, അഭിലാഷ്, പിന്നെ അങ്ങനെ കുറച്ചു പേരൊക്കെ കൂടിയിട്ട് സമരം ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. ഷാനവാസ് ഇതിലേക്കൊന്നും ഇടപെടുന്നില്ല. ഒനീലും അഭിലാഷൊക്കെ കഴിഞ്ഞ ദിവസം അക്ബറിനെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ്. അതുപോലെ മസ്താനി, ലക്ഷ്മി എന്നിവരൊക്കെ അക്ബറുമായിട്ട് ഭയങ്കരമായിട്ട് കച്ചറ കൂടിയതാണ് ലക്ഷ്മി ഇന്നലെ. പക്ഷെ ഇന്ന് ലക്ഷ്മിയും അക്ബറും മസ്താനിയും അഭിലാഷും ഒണിയിലൊക്കെ ഒന്നിച്ചു നിന്നിട്ട് നൂറ കമ്പനിക്കെതിരെ സമരം ചെയ്യും, പണി മുടക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് തുടങ്ങിയ സമയത്ത് അക്ബർ അവിടെ ഉപയോഗിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് മാറ്റുന്നതും അതിനോടനുബന്ധിച്ച് നമ്മുടെ നൂറ അത് പിടിച്ചു മേടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ രണ്ടുപേരുടെയും കൈ മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കയ്യിൽ മുറിവായിട്ടുണ്ട്. അക്ബറിന്റെ കയ്യിൽ കുറച്ച് നന്നായിട്ട് തന്നെ മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുക, അക്ബറിന്റെ മെഡിസിൻ, എന്താ പറയുക, എമർജൻസി മെഡിസിൻ ഒക്കെ കൊടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. നൂറയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ നൂറ കുഴപ്പമില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് മെഡിക്കലൊന്നും വേണ്ട എന്നുള്ളതാണ് നൂറ പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നൂറയുടെ കയ്യിലുള്ള ഒരു എന്താ പറയുക പവർ ഉണ്ട്, 2 പവർ. അതായത് നോമിനേഷൻ ചെയ്യാൻ 3 ആഴ്ച, ഇനി വരുന്ന 3 ആഴ്ച നോമിനേഷൻ ചെയ്യാനുള്ള പവർ, അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ ആവാനുള്ള പവർ. അങ്ങനെ 2 പവർ ഉള്ളത് പോകുമെന്നുള്ള പേടിയിലാണ് നൂറ. അതായത് ഈ വീക്ക്ലി ടാസ്കിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്, ഇന്നലെ, ഇന്ന്, നാളെ. അപ്പൊ നാളത്തെ ടാസ്കിൽ അല്ലെങ്കിൽ ഈ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന 2 ഘട്ടങ്ങളിൽ വിജയിച്ചില്ലെങ്കിൽ നൂറയുടെ കയ്യിൽ നിന്ന് ആ പവറിൽ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ടാസ്ക് തീർക്കുക, അല്ലെങ്കിൽ എന്നിട്ട് ചെരുപ്പ്, ബിഗ് ബോസ് പറയുന്ന ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നൂറയുടെ മനസ്സിൽ. പക്ഷെ യാതൊരു കാരണവശാലും നടത്തിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് നമ്മുടെ അക്ബറും ടീമും. എനിക്ക് വളരെ മോശമായിട്ട് തോന്നിട്ടോ. നല്ല രസകരമായിട്ടൊരു ടാസ്ക്. ഇനിയിപ്പം ടാസ്കിൽ ഇവർക്ക് ആ 100 അല്ല 50 ചപ്പൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടിയും അത് വളരെ രസകരമായിട്ട് നൂറെ പറ്റിക്കുന്ന തരത്തിൽ നന്നായി പണിയൊക്കെ എടുക്കുന്ന പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഒരു ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ അക്ബറും ടീമും വളരെ മോശമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടാസ്കിനെ തന്നെ കുളം തോണ്ടി എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് കേട്ടോ. എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഓരോ ടാസ്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് തന്നെ എന്താ പറയുക, മടുത്ത് കാണാനാണ് ചാൻസ്. കാരണം
ഏത് ടാസ്കിലും അക്ബർ ഒന്നും നല്ല രീതിയിലേ കളിക്കുന്നില്ല കേട്ടോ. അക്ബർ, അഭിലാഷ്, ഒനീല്, ഇവരുടെയൊക്കെ വിചാരം എനിക്ക് തോന്നുന്നത് ഭയങ്കര മാസമാണ്, പുറത്തു പോകുന്നത് ഭയങ്കര മാസമായിട്ടാണ് എന്നിട്ടുള്ളൊരു വിചാരം ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അപ്പാനി പോയതിനു ശേഷം അക്ബറിന്റെയും അബിയുടെയൊക്കെ മനസ്സിൽ നിന്ന് ആ സാധനം പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെയുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ട് കളിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു. ഇങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് സമയമായി, ഇനി എത്ര ചപ്പലാണ്, 50 എണ്ണമാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, എത്ര എണ്ണമാണ് റെഡി ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നോറ കഴിഞ്ഞ ദിവസത്തെ ചെരുപ്പൊക്കെ എടുത്തിട്ട് 50 എണ്ണം റെഡി ആണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല. ഇന്നുണ്ടാക്കിയ ചെരുപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ആകെ 19 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ 6 എണ്ണം ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഇവർ 25 ചെരുപ്പൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് കോയിൻ കൊടുക്കാനായിട്ട് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ജിഷിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, വൈൽഡ് കാർഡിലൂടെ വന്ന ജിഷിൻ ഈ ടാസ്കിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. നൂറയുടെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നൂറയുടെ മാനേജർ എന്ന രീതിയിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദില പിന്നെ നൂറയുടെ പാർട്ണറാണ് എന്നതുകൊണ്ട് കൂടി ആദിലയും ഈ ടാസ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ ബിന്നി പറയാതിരിക്കാൻ പറ്റില്ല, കുത്തിത്തിരിപ്പിന്റെ ആളാണെങ്കിൽ പോലും ബിന്നി ടാസ്കിൽ നന്നായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നൂറ ഇവർക്ക് 3 പേർക്കും ആകെ ഉണ്ടായിരുന്ന 9 കോയിനാണ് ഉണ്ടായിരുന്നത്. അത് ഇവർക്ക് 3 പേർക്കായിട്ട് വിധിച്ചു കൊടുക്കുക ചെയ്ത് കേട്ടോ, അതിലേക്കും ബിന്നിക്കും ജിഷിനും. അപ്പം അവിടെ ഒന്നിനും പെടാതെ, അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല, ഒന്നിനും പെടാതെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ ഷാനവാസ് ആണ്. ഷാനവാസിന് ഗെയിം എന്താ കളിക്കേണ്ടതെന്ന് മനസ്സിലാകാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. കാരണം ഷാനവാസ് എല്ലാം ഉള്ളിലേക്ക് എടുക്കുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത്. ഗെയിം ആയാലും ശരി, വേറെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ എല്ലാം വല്ലാത്ത രീതിയിൽ ഉള്ളിലേക്ക് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത്. ഷാനവാസിനെ പൊതുവെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ, പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഷാനവാസിന്റെ ഗെയിം ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ പൊതുവെ ഒരു ഗെയിം വരുമ്പം അതിലെങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ, ഇപ്പം അക്ബറും ഒനിയിലും അബിയും ഒക്കെ ഒന്നായ സ്ഥിതിക്ക് ഷാനവാസിനാണെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്ക്രീൻ സ്പേസും കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഷാനവാസ് ഒരു നോക്കുകുത്തിയെ പോലെ മിണ്ടാതെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഗോൾഡ് കോയിൻ കൊടുക്കുകയും ചെയ്തില്ല കേട്ടോ. അതിന്റെ പേരിൽ ഷാനവാസ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതിൽ നൂറ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ഗെയിമിൽ നൂറ അബീനെ പറ്റിച്ചു, അതുപോലെ എന്നെയും പറ്റിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഷാനവാസ് അതിലെന്റെ അടുത്ത് നൂറേന്റെ അടുത്ത് പിന്നീട് പറയുന്നുണ്ട്. അതിൽ നൂറേന്റെ അടുത്ത് 3 ബ്ലാക്ക് കോയിൻ ഉണ്ട്. 3 ബ്ലാക്ക് കോയിൻ ഡയറക്റ്റ് ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ബ്ലാക്ക് കോയിൻ ഉള്ളത്, അവര് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ടാസ്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നൂറ ഒരു മണ്ടത്തരം കാണിച്ച് കയ്യിലുണ്ടായിരുന്ന 1-2 ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും 2 ബ്ലാക്ക് കോയിനും ആർക്കും കൊടുക്കാണ്ട് സ്റ്റോർ റൂമിൽ വെച്ച് അത് ലാപ്സ് ആയിട്ട് കളഞ്ഞത്. അപ്പൊ ഗോൾഡൻ കോയിൻ മാത്രമാണ് റദ്ദാക്കപ്പെടുകയുള്ളൂ. ബ്ലാക്ക് കോയിൻ നൂറയുടെ കയ്യിൽ ആ കൈവശം ഉള്ളതായിട്ട് കണക്കാക്കുക. എന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് ഇപ്പം ഓൾറെഡി 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇന്ന് ബിഗ് ബോസ് കുറച്ചുകൂടി നൂറയ്ക്ക് അനുകൂലമായിട്ടൊരു ഗെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓൾറെഡി 2 കോയിൻ നൂറയുടെ കൈവശമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് 3 ബ്ലാക്ക് കോയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3 ബ്ലാക്ക് കോയിൻ കൊടുത്ത സ്ഥിതിക്ക് നൂറയ്ക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിൽ അല്ലെങ്കിൽ തലച്ചോറൊന്ന് പുകച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാറുണ്ട്, ഈ 3 കോയിനും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നൂറ സേഫ് ആയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നൂറ ചിന്തിക്കാതെ 1 അക്ബറിനും 2 എണ്ണം അബിക്കുമാണ് കൊടുക്കുന്നത്. ആലോചിക്കാതെ ചെയ്തൊരു കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നൂറ സേഫ് ആവണമെങ്കിൽ ഈ 3 കോയിനും ഒരാൾക്ക് ഒന്നിലെ അബിക്ക് കൊടുക്കുക അല്ലെങ്കിൽ അക്ബറിന് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ സേഫ് ആയിരുന്നു അവിടെ. പക്ഷെ നൂറ ചെയ്തില്ല. ചിലപ്പം നാളത്തെ ഗെയിമിനെ കൂടി ബേസ് ചെയ്തിട്ട് നാളെ കിട്ടുമല്ലോ ബ്ലാക്ക് കോയിൻ, അപ്പൊ ആർക്കെങ്കിലും കൊടുക്കാം, അപ്പൊ നൂറേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം നൂറ അങ്ങനെ ചെയ്തത്. അറിയില്ല, നൂറയ്ക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ അതിനുശേഷം സർക്കസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സർക്കസ് ബി സർക്കസിന്റെ 2ാമത്തെ ഒരു ഇതായിട്ട് കാണിക്കുമ്പോൾ ഇന്നലെ അനീഷിന്റെ അലച്ചല് ഭയങ്കരമായിട്ട് അലച്ച് ഭയങ്കര ഇറിറ്റേറ്റീവ് ആക്കിയ ഒരു സാധനമാണ് അനീഷിന്റെ അനൗൺസ്മെന്റ്. ഇന്ന് ബിഗ് ബോസ് ആദ്യം തന്നെ പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത് ഇങ്ങനെ അലക്കേണ്ട, ഫസ്റ്റ് മാത്രം ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി, അല്ലാതെ വെറുതെ ശബ്ദം ഉണ്ടാക്കണ്ടെന്നൊക്കെ അനീഷിന് ചെയ്യുന്നുണ്ട്. നന്നായി ചെയ്യുന്നുണ്ട് അനീഷ്. പക്ഷെ ഇത്രയും അധികം വേണ്ട എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഒന്ന് മയപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആര്യൻ കഴിഞ്ഞ ദിവസം നായായിട്ട് ചെയ്തതൊക്കെ ഇന്നത്തെ ദിവസം എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്തു എല്ലാവരും. അനുമോള് കുറച്ചുകൂടി ആടിന്റെ സാധനം കുറച്ചുകൂടി നന്നാക്കി ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലായിട്ട് ഗോൾഡ് കോയിൻ കിട്ടിയത് അനുമോൾക്കും ആര്യനും പിന്നെ നമ്മുടെ പ്രവീണിനുമാണ് കേട്ടോ.
കഴുതയായിട്ട് ആക്ട് ചെയ്ത പ്രവീണിനും ഒരു കോയിൻ അനീഷിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ രസകരമായിരുന്നു ഇന്നത്തെ ടാസ്ക്. അത് കഴിഞ്ഞിട്ട് വീടിനകത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ഫുഡ്, അതായത് ജിസയിലും ആര്യനും ഫേവറേറ്റിസം കാണിച്ചിട്ട് ഫുഡ് ഭയങ്കരമായിട്ട് മാറ്റിവെച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ആദ്യത്തെ ദിവസം മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ്. ഈ ദിവസം വരെയും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ റെനയ്ക്കൊക്കെ നല്ല രീതിയിൽ ഇവർ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറച്ചെന്തോ കുറഞ്ഞു പോയതിന്റെ പേരിൽ റെന ഫാത്തിമ ഭയങ്കരമായിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ബിന്നി ഇന്നത്തെ ദിവസം നല്ല ഒരു റോള് ചെയ്തതായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയും നാള് ബിന്നി ഒരു നിഴലായിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ആർക്കും വലിയ ഇതൊന്നും കാണിക്കാതെ ഇങ്ങനെ നടന്നിരുന്ന ബിന്നി ഇന്ന് ജിസേലിനെതിരെ കിച്ചണിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ജിസേല് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചപ്പാത്തി പാത്രമൊക്കെ എടുത്ത് മാറ്റുന്നൊക്കെയുണ്ട്. ഇവരുടെ കാണാനായിട്ട് കുറച്ച് ചെറുതായതുകൊണ്ട് ഇവരുടെ ഹൈറ്റ് ഒന്നും അത്ര ഉയർന്ന് വരാറില്ലെങ്കിൽ പോലും ഇന്ന് ഒരു ബിന്നിയുടെ ഒരു നല്ലൊരു ഫേസ് കാണാൻ പറ്റി. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബിന്നിക്ക് ഇനിയും കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഇനി ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഇനി വീണ്ടും പഴയതുപോലെ അവരുടെ എന്താ പറയുക ഒരു നിഴലായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ബിന്നി തീരുമാനിക്കുന്നതെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ചെയ്ത കാര്യം നല്ലതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം അവിടെ ആര്യനും ജിസേലിനും ഒരു പ്രിവിലേജ് എപ്പോഴും ഉള്ളതായിട്ട് നമുക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അവര് ചെയ്യുന്നതിനെ കുറിച്ച്, അവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ആരും ചൂണ്ടിക്കാണിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് റെന ഫാത്തിമയും ബിന്നിയും ഇന്ന് ഒരുങ്ങിയപ്പം അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അനുമോൾ എന്നും ചെയ്യാന്നുണ്ട്. ജിസേലിനെതിരെ വന്ന അന്ന് മുതൽ അനുമോൾ ഒരു ഫൈറ്റ് നടത്തുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരിൽ നിന്നും യാതൊരു തരത്തിലുള്ള അറ്റാക്കും ജിസേലിനും ആര്യനൊന്നും അങ്ങനെ വരാറില്ല. അപ്പം ബിന്നിയും റെനയും ചെയ്തത് കുറച്ച് നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്തു. ഇനി അടുത്ത ദിവസം വീക്ക്ലി ടാസ്ക് ഒരു ദിവസത്തെ കൂടെ ഉള്ളൂ. അത് എന്താവും, കച്ചറയാണോ അടിയാണോ എങ്ങനെയാണെന്നുള്ളത് പ്രോമോ കണ്ടില്ല. കാണാൻ നല്ല രീതിയിലുള്ള ഒരു ടാസ്ക് ആയിട്ട് അവസാനിക്കട്ടെ, അല്ലാതെ കൊളാവരുതേ എന്ന് മാത്രം എന്താ പറയുക ആശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, അനിരുദ്ധ്.